ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 11.2 പേജ് നമ്പർ 180 ക്വസ്റ്റ്യൻ നമ്പർ 2-ൻ്റെ 3ഉം 4ഉം 5ഉം എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നിൽക്കത്തില്ല, വലിയ വീഡിയോ ആയിപ്പോൾ. അപ്പം നമുക്ക് കുറേശ്ശെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇഷ്ടം. നമുക്കിത് നോക്കാവേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് വൺ, 25⁴ ഡിവൈഡഡ് ബൈ 5�3. ഇതിനെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ്പോണൻഷ്യൽ ഫോമിൽ തന്നെ നമ്മൾ എഴുതണം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ ഏറ്റവും ചെറിയ ബേസ് ആയിട്ടുള്ളത്, അതായത് ഏറ്റവും ചെറിയ ബേസ് നമുക്ക് എപ്പോഴും 2, 3 നമ്മുടെ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള 2, 3, 5 അതിലേക്ക് മാറ്റുന്നതായിരിക്കും സേഫ്. അപ്പോൾ നമുക്ക് 25നെ ആദ്യം മാറ്റാം. നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതേ പോലത്തെ. 25നെ ഏതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഫാക്ടറൈസ് ചെയ്യുമ്പം 5 കൊണ്ടല്ലേ. അപ്പം 5 × 5 5 1. അപ്പൊ 25നെ ഞാൻ എങ്ങനെ എഴുതും? 5 × 5 = 5² എന്ന് എഴുതും. മനസ്സിലായോ? അപ്പം ഈ 25ന്റെ സ്ഥാനത്ത് ഞാൻ എന്നാ കൊടുക്കാൻ പോവാണ്? 5² താഴോട്ട് 5² അങ്ങനെ മാത്രം എഴുതിയാൽ മതിയോ? പോരാ. ഈ എക്സ്പോണന്റ് പവർ കിടക്കുന്നുണ്ടോ? 4. അത് ആരുടെ പവറാ? 25ന്റെ പവറാ. നമ്മൾ 25ന് പകരമാണ് 5² എന്ന് എഴുതി. അപ്പൊ അതിന്റെ പവർ കൊടുക്കണ്ടേ? അപ്പൊ അത് 4 എന്ന് കൊടുത്തു. മനസ്സിലായോ? ഡിവൈഡഡ് ബൈ 5�3. ഇനി നമ്മൾ ലോസ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ലോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ എഴുതി വെച്ചിരിക്കണം. അപ്പൊ ഇത് ഏത് ലോ ആണ്? a⁴m a⁴mn. ഒരു പവറിന്റെ മേളിൽ നമ്മൾ വേറൊരു പവർ ഉപയോഗിക്കുവാണ്. അപ്പൊ ഈ ആൻസർ എന്നാ വരും? 5 നമ്മുടെ ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ 2 × 4 ഡിവൈഡഡ് ബൈ 5�3 5. അടുത്ത സ്റ്റെപ്പ് എന്നാണ്? 4 × 2 8 ഡിവൈഡഡ് ബൈ 5�3. നമ്മുടെ അടുത്ത ലോ വന്നു. ഏതാണ്? a⁴m ഡിവൈഡഡ് ബൈ a⁴n a⁻m-n. ഡിവിഷൻ ഇങ്ങനെ വേണമെങ്കിലും a⁻m/a⁻n എഴുതാം കേട്ടോ. അങ്ങനെ എഴുതിയാലും സെയിം ആൻസർ തന്നെയാണ്. നോക്കിയാൽ ചുമ്മാ ഒന്നും ലോ അപ്ലൈ ചെയ്യരുത്. നമ്മൾ നോക്കണം നമ്മുടെ ലോയുടെ കണ്ടീഷൻ അവര് അംഗീകരിക്കുന്നുണ്ടോ. നമ്മളുണ്ടല്ലോ, ബേസ് സെയിം ആകണം അല്ലേ? എക്സ്പോണന്റും വേണം, ബേസ് സെയിം ആകണം. അപ്പൊ എന്നാ എഴുതും? 5⁻8 - 3 5⁻8 5⁵. കണ്ടോ, നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ തന്നെ എഴുതി. ആൻസർ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോമിൽ തന്നെ കിട്ടി. എളുപ്പമല്ലേ മക്കളെ? ഇത് നിങ്ങൾ പ്രാക്ടീസ് ആയി. ഇപ്പൊ ഇനി ഒരുമാതിരി പ്രാക്ടീസ് ആയി, എനിക്കറിയാം. നിങ്ങളിത് ഇനി ചെയ്തോളൂ. ഓക്കെ, നമുക്ക് 4th വൺ ചെയ്യാം. 3 × 7⁻2 × 11⁻8 ബൈ 21 × 11⁻3. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബേസുകളെല്ലാം നമ്മുടെ പ്രൈം നമ്പേഴ്സിലാണോ കിടക്കുന്നതെന്ന്. ഇവിടെ 3 ഓക്കെ, അത് തന്നെ കിടക്കുന്നു. ഇനി 7 ഈസ് ഓൾസോ പ്രൈം നമ്പർ. അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കട്ടെ. 11 കാരണം അതിനെ ചെറുതാക്കാനില്ല. പ്രൈം നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചെറുതാക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ 11ഉം പ്രൈം നമ്പറാണ് അല്ലേ? അപ്പൊ അതങ്ങനെ തന്നെ, ഒന്നും മാറ്റാനില്ല. ഇവിടെ 21നെ നമുക്ക് മാറ്റാം, നമ്മുടെ പ്രൈം നമ്പേഴ്സ് ആക്കി മാറ്റാം. 21നെ ഒന്ന് ചെയ്ത് ഏത് വെച്ച് ചെയ്യും? നിങ്ങൾ 3യുടെ ടേബിളിലുണ്ടല്ലേ? 3 7 × 3. ഓക്കെ, ഇനിയുണ്ടോ? 7നെ ഏതുകൊണ്ട് പറ്റും? 7 ഈസ് എ പ്രൈം നമ്പർ. അപ്പൊ 7 കൊണ്ട് മാത്രമേ അതിനെ പറ്റുള്ളൂ. അപ്പം നമ്മുടെ 21 എന്ന് പറഞ്ഞാൽ 3 × 7 എന്നാണ്. നമുക്ക് പവറായിട്ടൊന്നും എഴുതാനില്ല. 3 × 7. അപ്പൊ 21ന്റെ സ്ഥാനത്ത് നമ്മൾ എന്നാ എഴുതും? 3 × 7 × 11⁻. ഇവിടല്ലല്ലോ എഴുതണ്ടേ, ഇവിടല്ലേ എഴുതണ്ടേ? ഓക്കെ, 3 × 7 × 11⁻3. നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും വരുന്നില്ലാത്തതുകൊണ്ട്, പവറൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ കൊടുക്കണോ? വേണ്ട, അതങ്ങനെ തന്നെ വെറുതെ ഓപ്പൺ ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് ഞാൻ അറേഞ്ച് ചെയ്യുവാണേ. 7⁻2 ഇവിടെ ഒന്നും അറേഞ്ച് ചെയ്യാനില്ല, കാരണം ആദ്യം 3 7 അങ്ങനെ തന്നെ കിടക്കുന്നു. താഴത്തെ ഒന്ന് അറേഞ്ച് ചെയ്യണ്ടേ? ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്തേക്കാം. 3 × 7 എന്ന് പറഞ്ഞാൽ 3 സെപ്പറേറ്റ് അങ്ങ് എഴുതി. 3 7ഉം അതുപോലെ തന്നെ എഴുതി. 11⁻3. ഓക്കെ, ഞാൻ ഈ ചുമ്മാ കിടക്കുന്ന 3 ഇല്ലേ, ഞാൻ പറഞ്ഞു
നമുക്കറിയാം 3 വെറുതെ കിടന്ന അതിന്റെ മേളിൽ പവർ 1 ഉണ്ട്. അത് തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടുക, ഇപ്പോഴേ ഇടുക. എവിടെ ഈ മേളിൽ ഇട്ടു, ഈ 7ന്റെ മേളിൽ ഇട്ടു. കാരണം നമ്മുടെ സബ്ട്രാക്ഷൻ ഒക്കെ വരുമ്പോൾ അല്ല നിങ്ങൾ മറന്നു പോകും. ചിലപ്പോൾ തുടക്കമല്ലേ മക്കളെ, നിങ്ങൾ മറക്കും, എനിക്കറിയാം. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഇടാതിരിക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഇനി എന്താ ചെയ്യണം? ഓക്കെ, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേസ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പോണന്റ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ഓരോരുത്തരെയും നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം അല്ലേ? കേട്ടോ, സെയിം എക്സ്പോണന്റ് വരുന്നുണ്ട്, ഡിവിഷൻ. അപ്പൊ നമുക്കൊന്ന് എഴുതിയാലോ? 3^1/3^1 ഇൻറ്റു 7^2/7^1 ഇൻറ്റു 11^8/11^3. ഈ എല്ലാ കേസിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ലോയാണ് എല്ലാം അല്ലെ? സെയിം ബേസ് a⁻m ഡിവൈഡഡ് ബൈ a⁻n is equal to a⁻m മൈനസ് എന്ന് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം അല്ലേ? അപ്പൊ ഇതൊന്ന് റബ്ബ് ചെയ്തിട്ട് ഇത്ര പോരെ, ഈ ഭാഗം പോരെ, മനസ്സിലാവുമല്ലോ. അപ്പൊ ആദ്യത്തെ എന്നെ എഴുതും 3^m-1 1 മൈനസ് 1 ഇൻറ്റു അടുത്ത 7^2 മൈനസ് 1. കണ്ടോ, ഞാൻ ഇവിടെ 1 ഇട്ടുകൊണ്ടാണ്. ചിലപ്പോൾ അല്ലെ നമുക്ക് ചിലപ്പോൾ മറന്നു പോകും, നമ്മൾ അറിയാതെ. 1 ഇടാൻ പറ്റി, ഇവിടെ സബ്ട്രാക്ട് ചെയ്യാൻ 1 ഇടാൻ പറ്റിയത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ അങ്ങനെ എഴുതാവുന്നത്. 11^8 മൈനസ് 3. ഓക്കെ, 3^1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു 7^2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 11 എത്രയാണ്? 5. ഇനി സിംപ്ലിഫൈ ചെയ്യണം. ഏറ്റവും സിംപ്ലിഫൈ ചെയ്യാൻ വേണം എക്സ്പോണൻഷ്യൽ ഫോം ആയിരിക്കണം. അപ്പൊ 3^0 തന്നെയാണ് നമ്മൾ പഠിച്ചു മുമ്പേ, 1 ആണല്ലേ? a⁻0 എന്ന് പറഞ്ഞാൽ 1. അതുകൊണ്ട് ഇൻറ്റു ഇനി 7^1 എന്ന് പറഞ്ഞാൽ 7 തന്നെ. ആ 1 അങ്ങ് മാറ്റും, വെറുതെ എന്തിനാ അങ്ങനെ ഇടുന്നത്? ഇൻറ്റു 11/5. ഇവിടെ പ്രത്യേകിച്ച് 1 ഇടേണ്ട ആവശ്യമുണ്ടോ? 1 ഇൻറ്റു 7 പറഞ്ഞാൽ എന്താണ്? 7 തന്നെയല്ലേ? അപ്പൊ നമുക്ക് എന്നാ എഴുതാം? ഫൈനലായിട്ട് ഈ ആൻസർ 7 ഇൻറ്റു 11/5 എന്ന് എഴുതാം. കണ്ടോ മക്കളെ, വന്നത് സിംപ്ലിഫൈ. ഇവിടെ ഇവർ കിടന്നെന്ന് പറഞ്ഞ പ്രശ്നമില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ചെറുതായിരിക്കണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കി കൊണ്ടുവന്നത്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പെട്ടെന്ന് ചെയ്തേക്കാം അല്ലേ? നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ പഠിച്ചു നിങ്ങൾ. അതുകൊണ്ട് അധികം സമയമൊന്നും കളയണ്ട. 3^7/3^4 ഇൻറ്റു 3^3. ഇവിടെ ഒന്നും ചെറുതാക്കാനില്ല, എല്ലാം എക്സ്പോണൻഷ്യൽ ഫോമിൽ കിടക്കുന്ന എല്ലാം ഏറ്റവും ലോവസ്റ്റ് ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം 3^7, ആദ്യം ഡിവിഷൻ ഒന്നും പോകാതെ നോക്കി, ഇവർ രണ്ട് സെയിം ആണ്. ഇവിടെ നമുക്ക് ഒരു അഡീഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഡിവൈഡ് ചെയ്യാനുണ്ടോ നോക്കിയാൽ പോരെ, പിന്നെ മേളായിട്ട് കമ്പയർ ചെയ്താൽ പോരെ. അപ്പൊ ആദ്യം നമുക്ക് ഇത് ചെയ്യാം. ഇതേതാണ് ഇവിടെ കിടക്കുന്നത്? a⁻m ഇൻറ്റു a⁻n is equal to a⁻m+1 ഞാൻ എന്തിനാ എപ്പോഴും പറയുന്നതെന്ന് അറിയാവോ? എന്തിനാ? നിങ്ങൾ പഠിക്കാൻ ഇപ്പൊ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ എന്നാ എഴുതും? 3^4+3. അപ്പൊ എന്നാ വരും? മേളം അതുപോലെ തന്നെ കിടക്കട്ടെ. 3^7. അടുത്തല്ലോ ഇതേതാണ്? ബൈ. കണ്ടോ, സെയിം ബേസ് ആണ്. അപ്പൊ a⁻m/a⁻n is equal to a⁻m-n. That is equal to 3^7 minus 7. That is equal to 3^0. 3^0 എന്ന് പറഞ്ഞാൽ 1. ഏതാണ്ട് നമുക്ക് കിട്ടി ആൻസർ. മനസ്സിലായോ? 1 കിട്ടിയില്ലേ? ഇപ്പൊ 3^0 എന്നോ 1 എന്നോ എഴുതിയാൽ നിങ്ങൾക്ക് ആൻസർ ആയിരിക്കും. ഓക്കെ മക്കളെ, ഇപ്പം മനസ്സിലായല്ലോ ഇതെല്ലാം ചെയ്യാൻ? നിങ്ങൾ പഠിച്ചത്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല. ലോ അപ്ലൈ ചെയ്യുക. കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കറക്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് എക്സ്പോണൻഷ്യൽ ഫോം ആക്കി മാറ്റണം. എങ്ങനെ? ഫാക്ടറൈസ് ചെയ്ത്, പ്രൈം നമ്പേഴ്സ് വെച്ച് ഫാക്ടറൈസ് ചെയ്ത്. ഓക്കെ മക്കളെ, എല്ലാവരും ചെയ്ത് നോക്കാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.